എന്ന് പറയുന്നത് ആരാ ആദ്യം ഡിസ്കവർ ചെയ്തത്? അല്ലെ ഫാദർ ഓഫ് കിസാന്റെ ആരാന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ ഫാമേഴ്സ് ഡേ അല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ആരാ കണ്ടുപിടിച്ചത്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡേ ആണ് ഈ ഫാമേഴ്സ് ഡേ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, ടീച്ചർ പറ. അല്ല, എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ നെറ്റി നോക്കിയാണ് കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചത്. അതെ, വെരി ഗുഡ്. നമ്മുടെ അഞ്ചാമത്തെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രൈം മിനിസ്റ്റർ ചൗധരി ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അദ്ദേഹം നമ്മുടെ കർഷകർക്ക് വളരെയധികം ഹെൽപ്പും ഒരുപാട് പ്രൊട്ടസ്റ്റൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ ഫാമേഴ്സ് ഡേ ടുമോറോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഫാമേഴ്സ് ഡേയുടെ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് തിയറി. നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിന് നമ്മുടെ സിബിച്ചൻ ചേട്ടനെ സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് സിബിച്ചൻ ചേട്ടന് നമുക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയെന്നറിയാം, ബെസ്റ്റ് പ്രസിഡന്റ് ഇന്ത്യ ഇടുക്കിയുടെ. അപ്പം ആദ്യമായി അതിനൊരു വലിയ കൺഗ്രാറ്റുലേഷൻ. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ മഹത്തായ ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ രാജേന്ദ്രൻ നായരെയും അതുല്യ ബാബു എന്നറിയപ്പെടുന്ന രാജേന്ദ്രൻ നായരെയും, അതുപോലെ തന്നെ ഈ കർഷക വൃത്തി കൊണ്ട് മാത്രം ഇതേവരെ ജീവിച്ച് ഇവിടം വരെ എത്തി അവർക്ക് അവാർഡ് ജേതാക്കളായ അവരെയും മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, എൻ്റെ അയൽവക്കക്കാര്, ആനവാലക്ക ജിൻസ്, അതുപോലെ ഇവിടെ ഉള്ള എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 1957 നമ്മുടെ കിസാൻ സർവീസ് സൊസൈറ്റി 1957 നിയമപ്രകാരം കിസാൻ സർവീസ് സൊസൈറ്റി രൂപപ്പെടുകയും അതിലൂടെ നമ്മുടെ ആ നിയമം അനുസരിച്ച് നമ്മളിത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് കൃഷിയെയും കർഷകരെയും കർഷക കൂട്ടായ്മകളെയും കർഷകരുടെ മക്കളെയും സമാന ചിന്തഗതിക്കാരായ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കിസാൻ സർവീസ് സൊസൈറ്റി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സമാനമായ മറ്റ് ഏജൻസികളുടെയും കർഷകർക്ക് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾ അതെല്ലാം കർഷകരെ അതാത് സമയങ്ങളിൽ അറിയിക്കുകയും പല രീതിയിലും നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ദേശീയ ചെയർമാൻ എല്ലാ ദിവസവും ഒരു 10-15 കാര്യങ്ങൾ, അതായത് വിദ്യാഭ്യാസത്തെ പറ്റി, മാർക്കറ്റിനെ പറ്റി, അല്ലെങ്കിൽ എന്റർപ്രണറെ പറ്റി, അതുപോലെ തന്നെ പല കാര്യങ്ങളെ പറ്റിയും മെസ്സേജ് ഇടുന്നത് നിങ്ങളെപ്പോഴും കാണുന്നതാണ്. അതുപോലെ കർഷകർക്ക് വേണ്ടിയും കർഷകരുടെ മക്കൾക്ക് വേണ്ടിയും ഉള്ള എല്ലാവിധ സഹായങ്ങളെയും നമ്മുടെ ഈ നാട്ടിലുള്ള കർഷകരിലേക്ക് എത്തിക്കുക, അവരെ കൊണ്ട് അത് പ്രാപ്തമാക്കി എടുപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. പ്രത്യേകിച്ചും നമുക്കറിയാം, ഒരു ബംഗാളിയെ വിളിച്ച് നമുക്കൊരു കൃഷിസ്ഥലം അതൊന്ന് ഒരുക്കിയെടുക്കുന്നതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബംഗാളിയെ വിളിച്ചാൽ ഒരു ദിവസം 1000 രൂപ ചെലവ് ഇപ്പം കൊടുക്കണം. അതേസമയത്ത് നമ്മളത് 1 ഏക്കർ സ്ഥലം ഒരു ദിവസം കൊണ്ട് കിളച്ച് മറിച്ച് അത് കപ്പ ഇടാനുള്ള രൂപത്തിൽ തടമൊക്കെ എടുത്ത് കപ്പയിട്ട് എടുക്കുന്നതിന് പാകമായ ഒരു ടില്ലർ നമ്മളിവിടെ കരിങ്കോന്നത്ത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടില്ലർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിങ്ങാട്ട് ജോമാനും ഒന്ന് നമ്മുടെ ജോൺ പീലിപ്പോസിനും.
അവർക്കറിയാം 1,00,000 രൂപയുടെ ടില്ലർ 20,000 രൂപയ്ക്കാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ 60%, കേരള ഗവൺമെന്റിന്റെ 20% ചേർത്ത് 80% സബ്സിഡിയോട് കൂടിയാണ് ഈ കാർഷിക ഉപകരണങ്ങൾ നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. അത് നമുക്ക് അറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു തൂമ്പ 2 തയ്യ് ഇവിടെ കൃഷി ഓഫീസിലോ പഞ്ചായത്തിലോ വല്ലതും കിട്ടുമെന്ന് അറിയും. ഉടനെ കുറേ പേര് എല്ലാവരുടെ അങ്ങ് ചെല്ലും, അത് തല്ലിപ്പൊളിച്ച് 1-2 തൂമ്പയൊക്കെ കിട്ടും. അതാണ് നമുക്ക് ആകെപ്പാടെ കൃഷി സഹായം എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അതേ സ്ഥാനത്താണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 60% സബ്സിഡിയോടും കേരള ഗവൺമെന്റ് 20% സബ്സിഡിയോടും 10,00,000 രൂപയുടെ ഈ കാർഷിക ഉപകരണങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധ്യമായത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യന്ത്രവൽകൃത കൃഷി രീതിയാണ് ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. അവരെ കൊണ്ട് തന്നെ പുല്ല് വെട്ടിക്കാനും വള്ളമറിപ്പിക്കാനും നടക്കാതെ അവർക്ക് അതിനുള്ള മെഷീനറി മേടിച്ചു കൊടുക്കുകയാണ്. ആ മെഷീനറി നമ്മുടെ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചിട്ട് ഈ കർഷകർക്ക് കൊടുത്തു വിടുകയാണ്. ഇത് എപ്പോഴും ഈ മെഷീനറിയുടെ അവകാശം സൊസൈറ്റിക്കാണ്. ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ ആ മെഷീനറി നമ്മളെ കാണിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന് അത് അവരെ ആർക്കെങ്കിലും വിറ്റ് 20% കിട്ടിയതല്ലേ. അതായത് 1,00,000 രൂപയുടെ സാധനം 20,000 രൂപയ്ക്ക് കിട്ടിയത് അത് ആർക്ക് വേണമെങ്കിലും മറിച്ച് വിറ്റ് ഒരു 10-60,000 കിട്ടിയാലും ലാഭമല്ലേ. പക്ഷെ അതങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല. അവർക്ക് കൊടുത്തവര് അവർ തന്നെ സൂക്ഷിച്ച് അത് നമ്മളെപ്പോൾ ചോദിച്ചാലും തരണം. അതല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചെടുത്ത സബ്സിഡി അവർ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാമോത്സവം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ കർഷകർ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള അവരുടെ ഭാഗം അത് ന്യായീകരിക്കുന്നതിനും സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ കർഷകർ അവരുടെ ഭാഗം അത് നീതീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലുള്ള ചടങ്ങുകൾ നടത്തുന്നത്. ഇത് ഇങ്ങനെ കാർഷികോത്സവം നടത്തുന്നത് തന്നെ. നമ്മുടെ 5ാമത്തെ പ്രധാനമന്ത്രി, അഞ്ചാമത്തെ പ്രധാനമന്ത്രിയും നമ്മുടെ കർഷക നേതാക്കളിലെ പ്രമുഖ നേതാവുമായിരുന്ന ചൗധരി ചരൺ സിംഗ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ കാർഷിക ദിനമായി ആചരിക്കുന്നത്. ഇവിടെ ആര്യ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയും കർഷക സംഘടനകളുടെ ആവശ്യാർത്ഥം അവരെ നിലനിർത്തുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളുടെ തന്നെ കർഷകനായിരുന്നു, പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കർഷകർക്ക് വേണ്ടി ചില നിയമനിർമ്മാണങ്ങൾ നടത്തി. നമ്മളുടെ 2024-25 വർഷത്തെ മുഖ്യ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരെ ആധുനിക കൃഷിയോപകരണങ്ങൾ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക, അതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് 1 ഏക്കർ സ്ഥലം വൃത്തിയാക്കാനും കപ്പയിടാനും സാധിക്കുമെങ്കിൽ അവരെ അത് തന്നെ പ്രോത്സാഹിപ്പിക്കുക. വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കും, കിണർ കുത്താനോ അല്ലെങ്കിൽ അതിനുള്ള മോട്ടോർ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഏത് സഹായങ്ങളും ആ കൃഷി രീതി പഠിപ്പിച്ചു കൊടുക്കുക വരെ ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ പാലക്കാടല്ല, ഇവിടെ ഈ സെൻട്രൽ ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ട്രാൻസ്ഫോർമേഷൻ, അത് കാർട്ട് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. തികച്ചും സൗജന്യമായി ഏത് കർഷകർക്കും ഏത് മെഷീനറികളും വളരെ ഈസിയായി കൈകാര്യം ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് വയനാട് ജില്ലയിൽ നമ്മുടെ ദേശീയ തലത്തിൽ ദേശീയ കിസാൻ സർവീസ് സൊസൈറ്റി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് തികച്ചും സൗജന്യമാണ്. ആർക്കെങ്കിലും ഏത് മെഷീനറിയെ പറ്റിയും എന്തെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ അവിടെ പോയി 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. താമസ സൗകര്യവും ഭക്ഷണവും വണ്ടിക്കൂലി വരെ സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. പുല്ല് വെട്ടാൻ മെഷീൻ കിട്ടി, അത് മെഷീൻ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വേണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഏത് മെഷീനറികളും നമുക്ക് ഈ അതുപോലെ തന്നെ JLG SHG ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് അവർക്കുള്ള ലോണുകൾ ഇതിനെപ്പറ്റി എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയൊക്കെ എടുക്കണം, നമുക്കാണെങ്കിലും ഇവിടെ കാനറ ബാങ്കിൽ നിന്ന് ഒരു കൃഷി ഓഫീസർ വന്ന് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അവര് ഇന്ന് വന്നായിരുന്നെങ്കിൽ നമ്മൾ നാണം കെട്ട് പോയാലേ. കാരണം ഇത്രയും ആളുകൾ 4 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫിലിപ്പൊക്കെ ഇപ്പൊ പയ്യെ കുളിയും കഴിഞ്ഞ് പയ്യെ കയറി വരുന്ന സമയം ഇപ്പോഴാണ്.
അതുപോലെ നമ്മളുടെ സംഘടനയിൽ അത്ര ഉത്തരവാദിത്തമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മളുടെ ഈ പരിപാടികൾ എത്ര നാൾ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇത്രയും കാലം കൊണ്ട് ഞാൻ 10 ലക്ഷം രൂപയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 50 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ പല സാധനങ്ങളായിട്ട് ഈ കരിങ്കുന്നം പഞ്ചായത്തിൽ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതും 1.5 വർഷം കൊണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്രയും പ്രോത്സാഹനം നമുക്ക് തരാത്ത ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പോലും നമുക്ക് ദേശീയ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ ട്രഷറർ സംസാരിക്കും. ദേശീയ അവാർഡ് നമ്മുടെ യൂത്ത് വിങ്ങിൽ എത്ര പേരുണ്ടെന്നറിയാമോ? ഈ 2 പിള്ളേരെ ഇപ്പോൾ വന്നേക്കണം യൂത്ത് വിങ്ങിൽ 11 പേരെങ്കിലും ഏകദേശം വരണ്ടേ, 10-60 പേരുണ്ട് യൂത്ത് വിങ്ങിൽ. ഈ യൂത്ത് വിങ്ങില് ഈ 2 പിള്ളേരെയും കൊണ്ട് നമ്മൾ ഈ കേരളത്തില് ഈ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല യൂത്ത് വിങ്ങിനുള്ള അവാർഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ആൾക്കാര് നമ്മളോടൊപ്പം സഹകരിക്കാത്തതിലുള്ള വിഷമങ്ങൾ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങളാണെന്ന് കരുതി വേണം ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളുമായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ അവരവരുടെ കാര്യങ്ങൾക്ക് പോകും. ഇന്നിപ്പം ആള് കുറഞ്ഞു പോകാനുള്ള കാരണം വ്യക്തമാണ്. എല്ലാവർക്കും പള്ളിയിൽ പോകണം, പാട്ട് മത്സരത്തിന് പങ്കുചേരണം. ഇപ്പം എല്ലാവരും പാട്ട് മത്സരത്തിന് പോയേക്കോ ഫസ്റ്റ് മേടിക്കാൻ. അത് കുഴപ്പമില്ല, നല്ല കാര്യം, അവർ പോട്ടെ. ഇതിനൊക്കെ ഒരു തീരുമാനം എടുത്തിരുന്നതാണ് ഇതിനു മുമ്പ്. ഇന്നിപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഫിലിപ്പിൻ്റെ തന്നെ മോനെ അവിടെ 5ാം ക്ലാസ്സിൽ 6-ാം പഠിക്കുന്നത്. അവനോട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹം ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അവന് അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ. അവർ നിനക്ക് എന്നാൽ ആഗ്രഹം എനിക്കൊരു പോറിക്കാരൻ ആയാൽ മതി. അവനിപ്പോൾ അത്രേ പറയാനുള്ള ഇതുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ഇവിടെ ആയാലും കുട്ടികളായിട്ടുള്ളത് ഉള്ള കുട്ടികളാണേലും അവരെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിലേക്കൊന്നും കൊണ്ടുവരാൻ ആർക്കും താല്പര്യവുമില്ല. ഈ പിള്ളേരെ എന്തിനു വേണ്ടിയാ ഈ കുട്ടികളെ വിളിച്ച് അവർക്കൊരു യൂണിറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സ്വപ്നങ്ങളുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങളിലൂടെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനും അവരുടെ ലക്ഷ്യത്തെ ദൃഢവൽക്കരിക്കാനും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച് അതിലൂടെ നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റികളിൽ അവർക്ക് നല്ല സ്ഥാനം ലഭിക്കുന്നതിന് വേണം, നല്ല ഇൻഫ്ലുവൻസ് കിട്ടുന്നതിനും വേണ്ടിയാണ് ഈ കുട്ടികളോടൊക്കെ ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുട്ടികളെ പറഞ്ഞു വിടുന്നത് മാതാപിതാക്കളാണ്. അവരോട് അതുപോലെ വനിതാ വിങ്ങുണ്ട്. വനിതാ വിങ് എല്ലാവരും റെഡിയായി, എല്ലാവരും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയാം. ഈ വനിതാ വിങ്ങിലെ 11 പേര് കൂടി ഒരു സംഘം ചേർന്ന് അവരൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മരുന്നടിക്കുന്ന എൻ്റെ പേരെന്നെ ഡ്രോൺ ഈ ഡ്രോൺ വാങ്ങിക്കാൻ അത്രയും 10 ലക്ഷം രൂപയുടെ സാധനം വെറും 2 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും. അതുപോലെ തന്നെ ഒരു 10 പേര് ചേർന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാക്ടർ 10 ലക്ഷം രൂപയുടെ ട്രാക്ടർ 2 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അത് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലും ആരും അതിന് മുമ്പോട്ട് വരാത്തത് കൊണ്ടാണ് അതിങ്ങനെ പച്ച പിടിക്കാതെ നിൽക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇവിടെ വളരെ നല്ല കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറിയക്കുട്ടി തോമസ് എൻ്റെ അമ്മയാണ്. വളരെ ചെറുപ്പകാലം മുതലേ അമ്മ കൃഷിപ്പണിയും കൂലിപ്പണിയും അതുപോലെ ഏത് തരത്തിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാർഷിക വൃത്തിയിലും ഏർപ്പെട്ട് അമ്മയ്ക്ക് മക്കളാണേലും മക്കൾ തോറ്റു വരുന്നതിലൊന്നും അമ്മയ്ക്കൊരു വിഷമമില്ല. അമ്മ അത് സന്തോഷം സ്വീകരിച്ച് വീണ്ടും അവരെ ആ പ്രവൃത്തിയിലേക്ക് തന്നെ പറഞ്ഞു വിട്ട് അവരെ വിജയിപ്പിച്ച് മടങ്ങിയിട്ടുള്ളൂ. കാരണം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ 4ാം ക്ലാസ്സിൽ തോറ്റു, അങ്ങനെ പല 2-3 വർഷങ്ങളൊക്കെ തോറ്റെങ്കിലും SSLC ഒരു വിധത്തിൽ പാസ്സായെങ്കിലും ഈ SSLC കഴിഞ്ഞിട്ടും ഞാൻ കൂലിപ്പണിക്കായിട്ട് ഇറങ്ങാൻ ഞാൻ എൻ്റെ മനസ്സോട് തീരുമാനിച്ചത് ഞാൻ എന്തെങ്കിലും വീടിനെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു കൂലിപ്പണിക്ക് കൃഷിപ്പണിക്കായിട്ട് ഇറങ്ങി പോകാം. നമ്മുടെ വർക്കിച്ചേട്ടനൊക്കെ അറിയാം. ഞാൻ ആ SSLCയുടെ സമയത്ത് ഈറ്റിക്ക് വർക്കിച്ചേട്ടൻ്റെ വീട്ടിൽ കുരുമുളക് പറിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ അതിനൊക്കെ തയ്യാറായി പോയെങ്കിലും പള്ളിക്കൂടൊക്കെ കോളേജൊക്കെ തുറന്നപ്പോൾ അമ്മ ചെവിക്കൊക്കെ പിടിച്ചിട്ട് പറഞ്ഞ് നേരെ കോളേജിലേക്ക്. ആ സമയത്ത് എൻ്റെ മൂത്ത മകളെ ഉള്ളൂർ കോളേജ് അവിടെ അവരെ കെട്ടിച്ചു വിട്ടത് ഉള്ളൂർ. അപ്പോൾ അവിടുത്തെ ജോലിക്കാരനായിരുന്നു മത്തായി CL. ആ പുള്ളിയോട് പറഞ്ഞ് എനിക്ക് അവിടെ അഡ്മിഷൻ മേടിച്ചു തന്നു. ഞാൻ അവിടെ അന്നത്തെ ആ PDC ആണെങ്കിലും അത് തോറ്റ് വീണ്ടും ഞാൻ വേറെ എന്തെങ്കിലും പോകാമെന്ന് പറഞ്ഞു. കുറേ നാൾ പച്ചക്കറി കടയിലൊക്കെ പോയിരുന്നെങ്കിലും
അവിടെ നിന്നും പറഞ്ഞ് ITI പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് തന്നെ പാസ്സായി തിരിച്ചു വന്നത്. പിന്നെയും വീട്ടിലെത്തിയില്ല, പിന്നെ ഡിഗ്രിക്ക് വിട്ടു. അങ്ങനെ ഒരാള് ഏതറ്റം വരെ പഠിക്കാവോ അത്രയും പഠിക്കാമായിരുന്നു. അതുവരെ എന്നെ വിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയാണ്. അതായത് തോൽവി അമ്മയ്ക്കൊരു വിഷയമില്ല, നേട്ടം ഉണ്ടാവണം, അതായിരുന്നു അമ്മയുടെ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ വർക്കിച്ചേട്ടൻ്റെ കാര്യം ഞാൻ പഴയ കാലം പോലെ ഓർക്കണതാണ്. വർക്കിച്ചേട്ടൻ നമ്മളുടെ യൂണിറ്റിലെ ഒരു അംഗമല്ല, പുള്ളി എന്നാലും ഒരു അഭ്യുതകാംക്ഷയാണ്. വർക്കിച്ചേട്ടൻ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുള്ളി ഒരു ബാഗും പിടിച്ചിട്ട് ചിലപ്പം അങ്ങോട്ട് പോകണതാണ്, ഇങ്ങോട്ട് വിട്ടു പോകും. പുള്ളി ഒരാഴ്ച കഴിയുമ്പോൾ നേരം വിളിക്കുമ്പോഴേ ഇങ്ങോട്ടും വരുന്നതാണ്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പോക്കുവരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, എന്നെ വേദപാഠമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ, എൻ്റെ ഗുരുവാണ്, നല്ല മനുഷ്യനാണ്. നല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രായമായ ആളുകളും ഒരു തുറന്ന പുസ്തകമാണ്. നമുക്ക് ഇപ്പം ഗൂഗിളിലൊക്കെ സംസാരിച്ച് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുന്ന ആ കാര്യം നമ്മളിപ്പോൾ ചിലപ്പോൾ വർക്കിച്ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒന്നും നോക്കാനൊന്നും കാണില്ല. പുള്ളി അത് തുറന്ന് അപ്പോഴേ തന്നെ ചിലപ്പോൾ നമുക്ക് മറുപടി തന്നിരിക്കും. അതായത് ഒരു തുറന്ന പുസ്തകം മാത്രമല്ല, ഒരു ലൈബ്രറി കൂടിയാണ് ഇതുപോലെയുള്ള ആൾക്കാർ. അതൊക്കെ നമ്മുടെ സമ്പത്ത്. പെൻഷൻ പറ്റിയ ഓരോ ആളുകളും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ നമ്മളോട് ഒപ്പം നിന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നെങ്കിൽ നമ്മൾ കുട്ടിച്ചേട്ടൻ ഇതിനകത്തൊരാളാണ്. ഈ ആദ്യ കാലം മുതലേ പുള്ളിയും കൃഷി രീതി പാട്ടത്തിന് എടുക്കും. ഈ നാട്ടിലെ അല്ല, മറ്റ് നാടുകളിലും പോയി കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച് കൃഷി കൊണ്ട് ജീവിതം വിജയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജോണി ചേട്ടനാണ്. ജോണി ചേട്ടന് ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായ കൃഷിഭൂമി വേണമെന്നില്ല എന്ന് തെളിയിച്ചൊരു മനുഷ്യനാണ്. നമുക്കൊരു 10 ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് ജോണിയേട്ടൻ. ജോണിയേട്ടന് പല സ്ഥലങ്ങളിലും കരികുന്നം പഞ്ചായത്ത് വിട്ടും പലയിടത്തും 10-15 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് പുള്ളി കൃഷി ചെയ്ത് കപ്പ പറിച്ച്, അങ്ങനെ കപ്പ കൃഷിയാണ് പുള്ളിയുടെ മെയിൻ കൃഷി. അതിലൂടെ പുള്ളിയും ഒരു നിലയ്ക്കെത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും ബഹുമാനിക്കുന്ന പിന്നെ നമുക്ക് പിന്നെ ഉള്ള ആളാണ് നമ്മുടെ സെക്രട്ടറി ഡൊമിനിക് മാത്യു എന്ന പേര്. ഇപ്പോഴാണ് അത് ഓർത്ത് വെക്കുന്നത്. പണ്ടങ്ങനെ ആയിരുന്നു, ടോമി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ആളായിരുന്നു ഞാൻ പുള്ളിയെ പറ്റി. എന്നാലും പുള്ളി നല്ല വിവരമുള്ള മനുഷ്യനാണ്, നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. പുള്ളി എല്ലാ കൃഷി കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഏത് തരത്തിൽ ഏത് വളം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയോട് ചോദിച്ചാൽ മതി, പുള്ളി അപ്പം തന്നെ എങ്ങും നോക്കാതെ തന്നെ ഇന്ന സമയത്ത് തന്നെ വളം ഇടണം എന്നൊക്കെ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ആ പുള്ളിക്കുമുണ്ട്. പുള്ളി നല്ലൊരു കർഷകനായി നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോക്കുട്ടൻ്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഫോറിൻകാരനായാൽ മതി എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നമ്മുടെ യുവ കർഷകൻ നമ്മുടെ ജിൻസ് ജോസഫ്, നമുക്ക് എപ്പോഴും അവനെ പറ്റി പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നാറുള്ളത്. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവനും ഈ പറഞ്ഞ പോലെ അവനെയും നിർബന്ധിക്കാഞ്ഞിട്ടൊന്നും അല്ല കോളേജിൽ പോകാനും ഒക്കെ വിടാനൊക്കെ അവരുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉള്ളതായിരുന്നു. എങ്കിൽ പോലും അവന് കൃഷിയോടായിരുന്നു താല്പര്യം. അവന് ആദ്യകാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അവൻ്റെ പറവില വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പാട്ടത്തിനെടുത്ത് വേറെ ഈ സ്ലോട്ടറെടുത്ത് റബ്ബർ വെട്ടി, അങ്ങനെയാണ് അവൻ കൃഷിയിലേക്ക് അവൻ ഇറങ്ങിയത്. പിന്നെ സ്വന്തമായിട്ട് കന്നേറ കൃഷിയായി. എന്തായാലും അതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ താലൂക്കുകളിൽ പഞ്ചായത്തുകളിൽ തോട്ടം എടുത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ആ കൃഷി കൊണ്ട് അവൻ വിജയിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു, നമ്മളെ ഓരോരുത്തരെയും നമ്മളെ ഓരോ നിലയിലേക്ക് എത്തിച്ചു തരുന്നത് നമ്മുടെ കുടുംബാന്തരീക്ഷമാണ്. നമ്മൾ ഏത് രീതിയിലേക്ക് എത്തിച്ചേരുന്നു അത് എപ്പോഴും നമ്മളുടെ കുടുംബത്തിലുള്ള ഭാര്യയായിരിക്കാം. ആ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ജെൻസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താ, ഭാര്യ വന്നില്ല അല്ലേ. അതുകൊണ്ട് പാട്ടിന് പെമ്പറനാഥുകാരെ ഇവരെല്ലാവരും കൂട്ടിച്ചേട്ടനും എല്ലാവരും പോയി. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കാർഷികോത്സവ ആശംസകൾ നേർന്നുകൊണ്ടു നിങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്നും ഇതുപോലെയുള്ള കിസാൻ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയട്ടെ എന്നും അത് വാങ്ങിച്ചു തരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ ട്രഷറർ രാജേന്ദ്രൻ നായരെ ക്ഷണിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ചെയ്യട്ടെ. കിസാൻ സർവീസ് സൊസൈറ്റിയെ പറ്റി പറയുമ്പം എല്ലാവർക്കും അത്യാവശ്യ അറിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും കേരളത്തിലെ 247 യൂണിറ്റുകളിൽ ഏറ്റവും നല്ല ഒരു യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഒരു നല്ല യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന ഒരു അവാർഡ് നമ്മുടെ പ്രസിഡന്റിന് കിട്ടുകയുണ്ടായി. അത് നമുക്ക് അഭിമാനിക്കാം. 37 യൂണിറ്റ് ഇടുക്കിയിലുണ്ട്. അത് ഏറ്റവും നല്ല യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ചിറ്റാരിക്കാവിൽ ദേശീയ ചെയർമാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, വരുന്നില്ല എന്നതിനോട് പറഞ്ഞിരുന്ന കന്യാകുമാരിക്ക് വരണം, നമുക്ക് 3 അവാർഡ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞു. വരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സിറിച്ചൻ വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ കാസർഗോഡ് നിന്ന് വിളിച്ച പോരായിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുള്ളി വന്നിരുന്നു, പുള്ളിയും വൈഫും വന്നിരുന്നു. ആ സ്റ്റേജിൽ വെച്ച് ആ ഫോട്ടോ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. 3 അവാർഡുകളാണ് പുള്ളി വാങ്ങിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല യൂണിറ്റ് പ്രസിഡന്റ്, അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ ഏറ്റവും നല്ല യൂത്ത് വിങ്ങിൻ്റെ അവാർഡ്, പിന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന യൂണിറ്റ്, ഈ 3 അവാർഡും പുള്ളി വാങ്ങിച്ചെടുത്തു. ഈ കിസാൻ സർവീസ് സൊസൈറ്റി മുഖേന അങ്ങനെ ഒരുപിടി ആനുകൂല്യങ്ങൾ നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയാണ് ഏറ്റവും നല്ല പ്രസിഡന്റിൻ്റെ അവാർഡ് ഇടുക്കി ജില്ലയ്ക്ക് കിട്ടി, ജോൺ PA. ഏറ്റവും നല്ല ജനറൽ സെക്രട്ടറി അവാർഡ് അതും ഇടുക്കിയിൽ പിടിച്ചെടുത്തു, മോൻസ് ജോസഫ്. ഏറ്റവും നല്ല ട്രഷറർക്കുള്ള അവാർഡ് അത് ഞാൻ പിടിച്ചെടുത്തു. അപ്പം എല്ലാം നമുക്ക് ഇടുക്കി ജില്ലയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഈ 35 യൂണിറ്റിൽ ശരിക്കും പ്രവർത്തനം നടക്കുന്ന 14 യൂണിറ്റുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം സൈലൻ്റാണ്. എന്നിട്ട് പോലും തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ 15 യൂണിറ്റിനെ കൊണ്ടുപോയി. ഈ 15 യൂണിറ്റ് അവിടെ ചെന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് വന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അങ്ങനെ ഒരു സൗകര്യം കൂടി ജോസാർ നമുക്ക് അനുവദിച്ചു തന്നത് ആ ഒരു കാര്യത്തിൽ. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിന് മൊത്തമുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ വണ്ടംമേടിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന ഒരു യൂണിറ്റ് ഉള്ളത്. 2 കോടി രൂപ ഈടില്ലാതെ കിട്ടിയിട്ടുണ്ട് അവർക്ക്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അമോഡ് ചെന്ന് കൊടുക്കുകയത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഒരു 1 കോടി രൂപ പിന്നെ അനുവദിച്ചു. അതിനകത്ത് 75 ലക്ഷം തിരിച്ചടയ്ക്കേണ്ട. അങ്ങനെ ഇടുക്കി ജില്ലയ്ക്കാണ് എല്ലാ കാര്യത്തിലും ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിബിച്ചൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് പുള്ളി ചാടിക്കറി അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തതിൽ ഇടുക്കി ജില്ലയ്ക്ക് 5 യൂണിറ്റിനെ കിട്ടിയുള്ളൂ. അതിൽ 3 എണ്ണം സംവരണത്തിൽ പോയി. ഇനി ഒരെണ്ണം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഒരെണ്ണം സിബിച്ചിന് കിട്ടി. ആ സിബിച്ചിന് കിട്ടിയതിൻ്റെ അസൂയ ഇടുക്കി ജില്ലയിലെ മറ്റ് യൂണിറ്റുകൾക്ക് മുഴുവനുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിടങ്ങിയേ ഉള്ളൂ. തിടങ്ങി 3 വർഷം കഴിഞ്ഞേ കിട്ടാവുള്ളൂ. പക്ഷേ പുള്ളി അപേക്ഷ വെച്ച് പുള്ളിക്ക് ആദ്യം കിട്ടി. അതെന്താ കാരണം എന്നറിയാം, യൂണിറ്റിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നു എന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കിയപ്പോഴാണ് അവർ കൊടുത്തത്. അത് നമുക്ക് 43 വീട്ടുകാർക്കായിട്ട് കിട്ടിയ സാധനം പുള്ളി ആ 80% സബ്സിഡിക്ക് നിങ്ങൾക്ക് തരികയും ചെയ്തു. അങ്ങനെ ഒരു നല്ല മനസ്സ് പുള്ളി കാണിച്ചല്ലോ. അത് നമുക്ക് വളരെ ഭംഗിയായി ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചു. അതൊക്കെ നമുക്ക് തൃപ്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപിടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ യൂണിറ്റ് ബാക്കിയുള്ള പ്രവർത്തകർ കൂടെ സഹകരിച്ച് വലിയ രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് പോകണം. എനിക്ക് പറയാനുള്ളതാണ്. അപ്പം എനിക്കൊരു യൂണിറ്റ് ഉണ്ട്, തൊടുപുഴയാണ്, തൊടുപുഴ സെൻട്രൽ. അത് നാളെ അവിടെ കാർഷികോത്സവം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊരു ക്ഷീര കർഷകരെ ആദരിക്കുന്ന പരിപാടിയാണ്. ഭാര്യയും ഭർത്താവും 50 വർഷമായിട്ടാണ് അവിടെ പശു വളർത്തലാണ്. 50 വർഷം. അവരെ നാളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് ചെറിയ അംഗീകാരമല്ല, വലിയ അംഗീകാരം കൊടുക്കുന്നത്. അത് യൂട്യൂബറെ വരെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. അത് യൂട്യൂബറൊക്കെ കയറി വരും നാളെ. ടോമി ടോമി ചേമ്പാറയിൽ പുള്ളിയുടെ ഭാര്യ പുള്ളിനാൽ ഫാമിലിയാണ്. അവർ 2 പേരുമാണ് താമസിക്കുന്നത്. പുള്ളി അയലൂർക്കാരനാണ്, പുള്ളിക്കാരത്തി തൊടുപുഴക്കാരിയാണ്.
10 സെന്റ് സ്ഥലത്താണ് 15 പശുക്കളെ വളർത്തിക്കൊണ്ടത്, 15 അത് വാർഡ് കൗൺസിലർമാർ അത് പൂട്ടിക്കാൻ വേണ്ടി ഒത്തിരി പണിത് നോക്കി. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ പുള്ളിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല, അത്ര കഴിവാണ് പുള്ളിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി വരികയാണെന്നും പറഞ്ഞ് പരാതിയും കൊടുത്ത് ബഹളവും വെച്ച് പൂട്ടിക്കാനൊക്കെ നോക്കി. മുനിസിപ്പാലിറ്റിയിൽ ആൾക്കാർ നോക്കുമ്പോൾ അവിടെയും ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. അവർ വീണ്ടും അനുമതി കൊടുത്തു. ഇപ്പം പുള്ളി പ്രായത്തിൻ്റെ ആധിക്യം മൂലം 3 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ. പക്ഷെ ആ പശുക്കൾ നല്ല പശുക്കളാണ്, ന്യായമായ പാല് കിട്ടുന്നുണ്ട്. ആ ഭാര്യയും ഭർത്താവും വെളുക്കാൻ 5 മണിക്ക് കയറിയിട്ട് പാതിരാത്രി കിടക്കുള്ളൂ. രാത്രി 2 മണിക്ക് കയറിയിട്ട് കഠിനാധ്വാനമാണ്. അത് എനിക്ക് ഒരു കൊച്ചായിരിക്കുമ്പോൾ ഇവരെ അറിയാവുന്നതാണ്. ഞാൻ ടൗണിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകരെ നാളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഞങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ യൂണിറ്റിൻ്റെ അതിർത്തിയിലുള്ള ആളുകളെ അംഗീകരിക്കുകയും അവർക്ക് ഒരുപിടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആളുകളെ ആകർഷിക്കപ്പെടും. നമുക്കത് വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് യൂണിറ്റ് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു അപ്പോളജി ഉണ്ട്. രാജേന്ദ്ര സാറിനെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാൻ മറന്നുപോയി. ഞാൻ പോസ്റ്ററിൽ നോക്കിയിട്ടാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തത്. സോ അദ്ദേഹത്തിന് നമ്മുടെ 14 ഡിസ്ട്രിക്റ്റിലെയും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ അവാർഡ് കൂടി കിട്ടിയായിരുന്നു. അത് നാഷണൽ അവാർഡാണ് കിട്ടിയത്. സോ നമുക്ക് അതിന് വലിയൊരു കയ്യടി കൊടുക്കാം. അടുത്തതായി പുരസ്കാരദാന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് സെന്റ് അഗസ്റ്റിൻസ് HM ജെസ്സി ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചെലവ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ്. മദറിലേക്ക് തന്നെയാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട്. അതിനായി ഞാൻ മറിയക്കുട്ടി അമ്മച്ചീനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മറിയക്കുട്ടി അമ്മച്ചിക്ക് വലിയൊരു കൈയ്യടി കൊടുക്കാം. അമ്മച്ചിക്ക് ഒരു മൊമെന്റും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുക്കാം. അല്ല അവളെ കൊണ്ട് അമ്മച്ചിയുടെ അടുത്തതായി ബസ് കർഷക അവാർഡ് നൽകാനായി രാജേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലേക്ക്. ഓൾറെഡി ഉണ്ട്. അത് സ്വീകരിക്കുന്നതിനായി നമ്മുടെ തെങ്ങുമല്ലി കുട്ടിച്ചേട്ടൻ വരേണ്ടതാണ്. എല്ലാം വേറെ ഒരു വലിയ കൈയ്യടി കൊടുക്കാം.
ഇവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഒരു മൊമെന്റ് നമ്മൾ കുട്ടിച്ചേട്ടന് കൊടുക്കുവാണ്. ഗിവ് ഹിം എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ്. ഒരു വലിയ കൈയ്യടി പ്ലീസ്. ശ്രീ ജോൺ പീലിപ്പോസ് ചേട്ടൻ അവാർഡ് കൊടുക്കുന്നതിനായി അഡ്വക്കേറ്റ് സണ്ണി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നിയമജ്ഞനായിക്കോട്ടെ. ഒരു വലിയ കൈയ്യടി കൊടുക്കണം. ഒരു മൊമെന്റും കൂടിയുണ്ട് അദ്ദേഹത്തിന്. ബേബിച്ചേട്ടനെ കൊണ്ടുപോകും. അടുത്തതായി ടോമി മുല്ലക്കരിക്ക് അവാർഡ് കൊടുക്കുന്നതിനായി ബേബിച്ചേട്ടനെ വിളിക്കുന്നു. മാമൂട്ടിലെ ബേബിച്ചേട്ടൻ. ടോമിയുടെ അടുത്ത് അങ്ങോട്ട് മാമൂട്ടിലെ ബേബിച്ചേട്ടനാണ് ശ്രീ ടോമി മുല്ലക്കരിക്ക് പൊന്നാഴ എണീക്കുന്നത്. വലിയൊരു കൈയ്യടി കൊടുക്കാം. അടുത്തതായി ഒരു മൊമെന്റും കൂടിയുണ്ട്. എല്ലാവരും ഒന്ന് ആക്റ്റീവായി കൈയ്യടിച്ചിട്ടേ. നന്ദി ബേബിച്ചേട്ടാ. ശ്രീ ഈറ്റിക്കൽ വർക്കി ചേട്ടനെ ജിൻസിയേട്ടന് പുരസ്കാരം കൊടുക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ജിൻസിയേട്ടന്റെ സ്വന്തം പാപ്പനാണ് ഈറ്റിക്കൽ വർക്കി ചേട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. ജിൻസിയേട്ടൻ നമ്മുടെ കൂട്ടത്തിലെ യുവ കർഷകനാണ്. വലിയ കൈയ്യടി. യുവകർഷകനാണ്. യുവകർഷകൻ. അതെ, ജിൻസേട്ടൻ നമ്മുടെ യുവ കർഷകനാണ്. ഇനി വരുന്ന ന്യൂ ജനറേഷനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അല്ലെ ജിൻസേട്ടാ? ശ്രീ വർഗീച്ച ചേട്ടന് നന്ദി. ശ്രീ വർഗീച്ച ചേട്ടാ. അടുത്തത് നമ്മുടെ പ്രസിഡന്റ് ശ്രീ സിബിച്ചൻ ചേട്ടനാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമർ ഇടുക്കി ജില്ലയിലെ നമ്മുടെ സിബിച്ചൻ ചേട്ടനാണ് പെടുത്തിയിരിക്കുന്നത്. വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, എന്നാലും നമ്മുടെ ജില്ലയിലേക്ക് തന്നെ അവാർഡ് പോകുന്നു. അപ്പൊ അതിന് asking you to give a big hand of applause to ശ്രീ സിബിച്ചൻ ചേട്ടൻ. കൈയ്യടി കൊടുക്കുക എല്ലാവരും. വലിയൊരു സിബിച്ചൻ ചേട്ടന്റെ സ്വന്തം അമ്മയായ മറിയക്കുട്ടി തോമസ് ആണ് സിബിച്ചൻ ചേട്ടന് അവാർഡ് കൊടുക്കാൻ പോകുന്നത്. അമ്മച്ചീനെ സ്വാഗതം ചെയ്യുന്നു.
അമ്മച്ചി സിറ്റിസൺ ചേട്ടന്റെ പൊന്നാട എണീക്കുകയാണ്. വലിയൊരു കൈയടി എല്ലാവരും. അടുത്തതായി മൊമെന്റോ അമ്മച്ചി തന്നെയാണ് കൊടുക്കുന്നത്. അമ്മച്ചിക്ക് വളരെയധികം ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ഇത്. രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഒരു അവാർഡ്. അമ്മച്ചി ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. മൊത്തം തീർത്താൽ ഇപ്പോഴും എന്താ ചെയ്യാം? KTV കിട്ടിയത് അത് 3 ഓരോന്നായിട്ട് നമുക്ക് ഒന്നാ ഒരു കാര്യം ചെയ്യും. പെട്ടെന്ന് യൂത്ത് വിങ്ങിനുള്ളത് മെലോ സണ്ണിക്ക് കൊടുക്കുക. പിന്നെ വനിതകൾക്കുള്ളത് സൗജന്യക്ക് കൊടുക്കുക. പിന്നെ മറ്റേ ബെസ്റ്റ് പ്രസിഡന്റ് ഒന്നും എനിക്ക് തന്നെ അറിയാം. 3 പത്രത്തൊക്കെ അതൊക്കെ പുള്ളിയെ കൂടെ വിളിച്ചു. ആ പുള്ളിയെ കൊണ്ട് ചെയ്തു. കിസാൻ സർവീസ് സൊസൈറ്റി ബെസ്റ്റ് സെക്രട്ടറിക്ക് കൊടുത്താൽ ഇത് കോവി കൊടുത്താൽ ബെസ്റ്റ് യൂണിറ്റിനുണ്ട് സെക്രട്ടറിക്ക്. അപ്പോൾ ബാബുചേട്ടൻ തന്നെ കൊടുത്തു. അടുത്തതായി KSS കരിങ്കുന്നത്തിന്റെ ബെസ്റ്റ് യൂണിറ്റ് അവാർഡാണ് കൊടുക്കുന്നത്. അത് രാജേന്ദ്രൻ സാർ ശ്രീ ടോമി മുല്ലക്കരിയിലേക്ക് കൊടുക്കുന്നു. അല്ല കൊടുക്കുന്ന സെക്രട്ടറിയാണ് പ്രധാനം. പ്രസിഡന്റ് എല്ലാം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. KSS യൂത്തിന്റെ അത് പേരെന്താണ്? സോമൻ. മുഴുവൻ പേര് പറഞ്ഞു. KSSന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ സോമൻ സാർ. സൊസൈറ്റിയുടെ പ്രസിഡന്റ്. KSS കരിങ്കുന്നിന്റെ ബെസ്റ്റ് യൂത്ത് യൂണിറ്റ് വിങ്ങിന്റെ അവാർഡ് മെലോസ് എനിക്ക് കൊടുക്കുന്നതിനായി അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ സോമൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നാഷണൽ. ഇന്ത്യക്കും പോയില്ല, ഇന്റർനാഷണൽ നാഷണൽ അവാർഡാണ്. അതായത് 10 രാജ്യങ്ങളിലും 12 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ 242 പഞ്ചായത്തുകളിലും ദേശീയ പുരസ്കാരം. അടുത്തതായി നമ്മളൊരു വലിയ നാഷണൽ അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ പ്രസിഡന്റ് ശ്രീ സിബിച്ചൻ ചേട്ടൻ ഓൾമോസ്റ്റ് 10 കൺട്രീസ് 224 പഞ്ചായത്ത് 10 രാജ്യം ഇതിലെല്ലാം കൂടെ ടോട്ടൽ ബെസ്റ്റ് പെർഫോമർ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ശ്രീ സിബിച്ചൻ ചേട്ടന് രാജേന്ദ്രൻ സാർ അവാർഡ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പുരസ്കാര ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയുമുണ്ട്, സത്യപ്രതിജ്ഞയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം. എന്നാ കൈയോടെ ഫോട്ടോ എടുക്കാം.
ഫുൾ എല്ലാരും കിട്ടുന്നില്ല ഇതില്. എല്ലാം കിട്ടണമെങ്കിൽ ഇച്ചിരി ചേട്ടാ ഇതിലെല്ലാം കിട്ടുന്നില്ല കേട്ടോ. എല്ലാവരും നോക്കണേ. ഈ സൈഡ് പോവൂ. അത് അവിടെ വെക്കണം, അല്ലെ ഫുള്ള് കിട്ടത്തില്ല. ഈ സൈഡിലേക്ക് പുരസ്കാര ദാന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി പ്രാർത്ഥനയ്ക്ക് സത്യപ്രതിജ്ഞ ആദ്യം പ്രാർത്ഥന അവസാനമായിരുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തിരിയാറുണ്ട്. അല്ല, പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമുക്കൊരു ആശംസ പറയാം. ആശംസ ആർക്കിറ്റേറ്റിനെ പറയാം. ഇപ്പൊ അവിടെ ഇരുന്നു ആദ്യം അടുത്തതായി സത്യപ്രതിജ്ഞ. ഓക്കെ, അടുത്തതായി സത്യപ്രതിജ്ഞനായി മെലോ സണ്ണീനെ സ്വാഗതം ചെയ്യുന്നു. സത്യപ്രതിജ്ഞയായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാർഷിക രാജ്യമായ ഭാരതത്തിലെ ദേശീയ കർഷക കൂട്ടായ്മയായ കിസാൻ സർവീസ് സൊസൈറ്റിയിലെ അംഗമായ ഞാൻ സർവദേശീയ വീക്ഷണത്തോടെ കാർഷിക മേഖലയിലൂടെയും കർഷകരിലൂടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം ഉറപ്പാക്കിയുള്ള കാർഷിക പ്രവർത്തനങ്ങളിലെ ഞാൻ ഏർപ്പെടുകയുള്ളൂ എന്നും എല്ലാ കർഷകരെയും കാർഷിക തൊഴിലാളികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് അധ്വാനത്തിന് ഫലം നൽകുന്ന മണ്ണിനെ ഞാൻ സ്നേഹിക്കുമെന്നും രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മതേതരത്വ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന എല്ലാ കർഷക കൂട്ടായ്മയിലൂടെയും നീതിയും സമത്വവും ഉറപ്പുവരുത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യമുള്ള കർഷകൻ സമ്പന്നമായ രാജ്യമെന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റിയിലെ അംഗമായ ഞാൻ പ്രകൃതിയെയും കാർഷിക മേഖലയെയും അതുവഴി മാനവരാശിയെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ഈറ്റക്കൽ റോക്കി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരുടെ അവാർഡ് ജേതാക്കളെ, ഞാനിന്ന് പള്ളിയിൽ പോയി, ഞാൻ വലിയ ആളൊന്നുമല്ല കേട്ടോ, പള്ളിയിൽ പോയപ്പോൾ സിമിച്ചൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ചിറ്റപ്പൻ്റെ മാനവാനാണ്,
അവന് അവാർഡ് കൊടുക്കാൻ ഞാനൊന്ന് വരണം. ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം എൻ്റെ ഞാൻ അവഗണിച്ചാൽ ഓർക്കുക എന്താ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ പല രീതിയിൽ ചില്ല വരാം. എന്നിരുന്നു തന്നെ കൃഷി എന്ന് പറയുമ്പോൾ അതിൽ ചില അധ്വാനങ്ങളുണ്ട്. ആ അധ്വാനം എങ്ങനെ എന്ന് ഏത് രീതിയിൽ കൊണ്ടുപോയാൽ കൃഷി വിജയിക്കാം എന്ന് എന്തുമാത്രം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 76 കഴിഞ്ഞ് 77. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും ടവർ വെട്ടുന്നുണ്ട്. ഞാൻ മാർക്ക് തെളിച്ചിരിക്കുക, തെളിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കൃഷിക്കാരനാണ്. ഞാൻ ഞാൻ പോഴ്ത്തി പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ തന്നെ എനിക്ക് 4 പെൺമക്കളുണ്ട്. എൻ്റെ അധ്വാനവും ദൈവാധീനവും എല്ലാം കൊണ്ട് അവരെ ഏതാണ്ടൊക്കെ ഒരു ലെവലെത്തിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും ഞാനിപ്പോഴും പണിയെടുക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഈ പ്രശ്നമുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സന്തോഷമാണ്. ഇങ്ങനെ സംതൃപ്തിയോടുകൂടി പണിയെടുക്കുവാൻ തയ്യാറുള്ള എത്ര ജനങ്ങൾ ഇവിടെ മിക്കവാറും പരസ്യം കൊണ്ട് നിൽക്കുവാണ്. പരസ്യവും പ്രസ്താവനയും അതുകൊണ്ട് ആയിക്കൊണ്ടാണുള്ള അവാർഡുകളും. ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, നല്ല കാര്യമാണ്, നല്ല ഉദ്ദേശമാണ്. അപ്പോൾ ഇതുകൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് തന്നെ കൃഷിയിൽ നിന്ന് തന്നെ അറിയാം. ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കൃഷിക്കാരൻ. അപ്പോൾ ആ കൃഷിക്കാരൻ്റെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്നത് പോകുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശം ഇപ്പോൾ പെൻഷൻ വകയിലാണെങ്കിൽ തന്നെ നോക്കിക്കോ, കുറഞ്ഞൊരു 30,000 രൂപയെങ്കിലും കിട്ടും. അപ്പോൾ അവന് ജീവിതമാർഗത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. വലിയ പ്രശ്നം കൂടാതെ കാര്യങ്ങളൊക്കെ ഓടിച്ച് വലിയവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ഓടിപ്പോകാൻ പറ്റും. കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനും, അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവൻ്റെ അധ്വാനത്തിനനുസരിച്ച് ഒരു പ്രതിഫലം കിട്ടത്തക്ക വിധത്തിലൊരു വേദി നമുക്കുണ്ടാകുന്നുണ്ടോ? അപ്പോൾ അത് ഈ കാര്യം കുറച്ച് പേരുള്ളെങ്കിലും അല്പം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ കൃഷിയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. യന്ത്രം കൊണ്ട് കൃഷി ചെയ്യുക എളുപ്പമാണെന്നാണ് ശിവച്ചൻ പറഞ്ഞത്. ശരിയാണ്. കൃഷി എന്നത് യന്ത്രം കൊണ്ട് ചെയ്താൽ കൂടുതൽ ലാഭകരമാണ്. അപ്പോൾ അത് യന്ത്രം എന്ന് പറയുന്നത് കുറെ യന്ത്രങ്ങൾ മാത്രം വന്നുകൊണ്ട് നമുക്ക് കൃഷി എല്ലാവർക്കും ചെയ്യില്ല. വിദ്യാലയ്ക്ക് പ്രായമായി, എനിക്ക് യന്ത്രം കൊണ്ട് ചെയ്യാനുള്ള ശേഷി കപ്പാസിറ്റി എന്തുമാത്രമുണ്ടെന്ന് അറിയാം, എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യന്ത്രം നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് ചിന്തിക്കണം. പല രാജ്യങ്ങളിലും ഈ യന്ത്രങ്ങൾ അതാതായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വെട്ടുന്ന മെഷീൻ, അതായത് പുല്ല് വെട്ടുന്ന ചെറിയ മെഷീൻ പോലെ വലിയ മെഷീൻ വരെ ഉണ്ട്. ഇവിടെ ആ പാടെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ആ പാടെ ഒരു രീതിയിലുള്ള മെഷീനാണ്, ഒരു വെയിറ്റ് കുറഞ്ഞ് ചെയ്യുന്നത്. അത് ഒരു തൊഴിലാളിയെ കൊണ്ടല്ലാതെ ആ കഴിവ് എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ലതാണ്. അപ്പൊ ഇവർക്കൊരു ബോധവൽക്കരണം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ഈ യന്ത്രങ്ങളായ ആവശ്യമായപ്പം ഞാനിപ്പോൾ എൻ്റെ മോള് ഏതാണ്ടൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കാൻ ആശ്രയമുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ആ പൊടികൾ ചെയ്യുന്ന ഞാൻ ഇറങ്ങിക്കഴിഞ്ഞത് ഞാനൊരു പ്രദേശമല്ല, അവിടുത്തെ പ്രദേശത്തെപ്പറ്റി കൃഷിയെപ്പറ്റി പറയുമ്പോൾ ആ വിഷയങ്ങൾ തന്നെ പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ പ്രദേശം മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സൗകര്യമുണ്ട് അവിടെ, പ്രശ്നം കൂടാതെ പോകാം. അപ്പോൾ അവിടുത്തെ രീതിയെപ്പറ്റി ഏതാണ്ട് ഞാൻ കൃഷിയെപ്പറ്റിയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതാണ്ട്.
അപ്പോൾ അവിടെയുള്ളവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ്. അവരവരുടെ വീട്ടിലെ വീട്ടുവളപ്പിലെ കാര്യങ്ങൾ മറ്റവരെ വിളിച്ച് ചെയ്യുക, യന്ത്രം കൊണ്ട് ചെയ്യുക. അവർക്ക് യന്ത്രങ്ങളാണ്. വീട്ടുവെട്ടാനാണെങ്കിലും പല വിധത്തിലുള്ള യന്ത്രങ്ങൾ അവിടെയുണ്ട്. മരം വെട്ടാനാണെങ്കിലും ചെറിയ യന്ത്രം പോലെ വലിയ യന്ത്രം വരെയുണ്ട്. അതായത് മരം കണ്ടിക്കാനായിട്ട് മെഷീനുണ്ട്, പിടുത്ത മെഷീനുണ്ടല്ലോ. ഇവിടെ ഒരേ രീതിയിലുള്ള മെഷീനാണ് ഉള്ളത്. എന്നാൽ അവിടെ പെണ്ണുങ്ങൾ വരെ മരം പിടിച്ച് പിന്നെ വണ്ടിയെ കയറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ ചെറിയ യന്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യന്ത്രങ്ങൾ കിട്ടിയാൽ നല്ലതാണ്. അതായത് മറ്റേ മുന്നോട്ടും യന്ത്രമാണെങ്കിൽ തന്നെയും ചാർജ് ചെയ്ത്, അതായത് പെട്രോൾ ഒഴിക്കണ്ട, ചാർജ് ചെയ്യുന്ന യന്ത്രങ്ങൾ അവിടെയുണ്ട്. ചെറുത് മുതൽ വലുത് വരെയുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് തന്നെ ചെയ്യാനുള്ള സന്മനസ്സും, തൊഴിലാളി കൂടാതെ നമുക്ക് തന്നെ ചെയ്യാനുള്ള സന്മനസ്സും യന്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് സുതാര്യമായ രീതിയിൽ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിപ്പോഴും തന്നെ ഇപ്പോൾ ശിവജി പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകരമായിട്ട് വരുമ്പോൾ അപ്പോൾ കൂടുതലൊരു സ്ഥലമുണ്ട്. കൃഷിപ്പേരെ പറയുമ്പോൾ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല, നീ വെറുതെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ജീവിതാവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഞാനിവിടുന്ന് റബ്ബർ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൂടുതലൊരു പോകും. രാത്രി നേരെ വിളിക്കുമ്പോൾ അവിടെ ചെല്ലും. അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അവിടുന്ന് പണിയെടുക്കും. അവിടെ എടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യമായ പണികൾ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ലാസ്റ്റ് അവിടുത്തെ പണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ തൊഴിലാളികൾ വളരെ ഉത്സാഹമുള്ളവരാണ്. അപ്പോൾ അവര് ഇന്ന പണി ഇന്ന സമയത്ത് തീർത്താൽ ഞാൻ ഇന്നത്തെ കൂലി തരും എന്ന് പറഞ്ഞാൽ അവർ അടിച്ചു പൊടിച്ച് തീർക്കും. അങ്ങനെ എനിക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം സമയം കൂടുതലായി എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ഞാൻ വേറെ ഒന്നുകൂടെ പറയാം. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യനിഷ്ഠയുള്ള ആളാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു 3:30 ഞാനിവിടെ വന്നു, 3:45 ഇവിടെ വന്നു. ഒരു മനുഷ്യൻ കണ്ടില്ല. ഞാൻ തന്നെ ഇവിടെ വെച്ചല്ലേ, ശിവച്ച പള്ളിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വെച്ചല്ലേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ വേഗം നടന്ന് വീട്ടിൽ ചെന്നു. എൻ്റെ റിസ്കിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്, ശിവച്ചനും ഒന്ന് മനസ്സിലായിക്കോട്ടെ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വണ്ടി എടുത്തിട്ട് പുത്തപ്പള്ളിക്ക് പോയി. ഇനിയിപ്പോൾ അവിടെ വെച്ചാണോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഗേറ്റ് അടഞ്ഞ് കിടക്കുന്നത്. കുറ്റം പറയുന്നില്ല കേട്ടോ, എൻ്റെ അവസ്ഥ പറഞ്ഞതാ. അപ്പോൾ അറിഞ്ഞപ്പോൾ ഇവിടെ അയ്യോ വെയിറ്റ് അടച്ച് ഇനി കയറാൻ പറ്റുമോ അറിയത്തില്ല, ഞാൻ കയറി പോകുന്നു. ഏതായാലും എന്നെ ആദരിച്ചിട്ടുണ്ട്, ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ പ്രസ്ഥാനം പറയുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ നീക്കം, കൃഷി എന്ന് പറയുമ്പോൾ നീക്കം എന്തുമാത്രം നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. പരസ്യം മാത്രമാണോ എന്ന് മാത്രം ചിന്തി പരസ്യം കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല, രാജ്യത്തിന് ഗുണമില്ല എന്നുകൂടി ചിന്തിക്കട്ടെ എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യത്തിലും സംതൃപ്തനാണ്. എൻ്റെ കുടുംബകാര്യങ്ങളിലും ഞാൻ പണിയെടുക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. അപ്പോൾ ഇതുപോലെ എൻ്റെ സംതൃപ്തി പോലെ ഇവിടെയുള്ള ആൾക്കാർ നല്ല സംതൃപ്തിയോടു കൂടി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആരും നന്നായാലും അക്കാര്യത്തിൽ ആ പ്രോത്സാഹനം കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ആരും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാ കാര്യത്തിലും നല്ലവണ്ണം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നല്ല സ്പീച്ചായിരുന്നു. ഇനി ഒരു പ്രയറോടേ ഉള്ളൂ. അത് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. വയലിലകളിൽ കൃഷിഭൂമികളിൽ കനകം വിളയിക്കുന്ന ലോകമെമ്പാടുമുള്ള കർഷക മക്കളെ കാത്തു പരിപാലിക്കുന്ന ജഗദീശ്വരന് പ്രണാമം. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവും നൽകി കാർഷിക മേഖലയിൽ സമൃദ്ധി ചൊരിയുന്നതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രതികൂലമായ കാലാവസ്ഥകളിൽ നിന്നും വിനാശങ്ങളിൽ നിന്നും കർഷക ജനതയെ കാത്തു പരിപാലിക്കണമേ. അധ്വാനത്തിന്റെ കണ്ണീർ പൂക്കളും വിയർപ്പ് തുള്ളികളും പൊഴിയുന്ന ഞങ്ങളുടെ വയലേലകൾ 100 മേനി വിളയുന്നതിന് അനുഗ്രഹം നൽകണമേ. കർഷക കൂട്ടായ്മയുടെ അധ്വാനങ്ങളെ ഫലസമൃദ്ധമാക്കണമേ. അവരുടെ കുറവുകളെ
നിറവുകളാക്കി കാർഷിക മേഖലയെയും അതുവഴി രാജ്യത്തെയും സർവ്വജനങ്ങളെയും ജീവജാലങ്ങളെയും അനുഗ്രഹിച്ചാലും. പ്രപഞ്ച സൃഷ്ടാവേ നന്ദി. ഹലോ, നന്ദിയുടെ ഒരു വാക്ക് എല്ലാവരോടും കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സിബിച്ചൻ, ഞാൻ ഡയലോഗ് നേരത്തെയും അവാർഡ് യോഗവുമായി ചേർത്തി കുഞ്ഞേട്ടൻ, ജോണിയേട്ടൻ, ജിൻസ്, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ രാജേഷ് സാറ്, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും, പട്ടിൻചേട്ടന്, സണ്ണിച്ചേട്ടന്, എല്ലാവരെയും KSS കരിക്കുന്നം യൂണിറ്റിൻ്റെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ഫോട്ടോ പുള്ളിയെ പോയി കാണുവാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും A3-ലോ 4-ലോ ഒക്കെ ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് സാധനം തരും കേട്ടോ. ഇതൊക്കെ വളരെ വളരെ ബഹുമതിയോടുകൂടി കിട്ടിയിരിക്കുന്ന അവാർഡുകളാണ്. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ. നമുക്ക് പുറത്തേക്ക് അല്ല, എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുജനത്തോട് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ശിവത്തിന് ഞാനും കൂടെ നടന്നറിയാൻ മേലെ ഈ വീട്ടിൽ കഞ്ഞി കുടിച്ച് അവരെല്ലാം പോയില്ലേ, സത്യം പോയി, അമ്മയ്ക്കും പോയി. വഴക്കൂടിയാലും പിറ്റേ ദിവസം വീട്ടിൽ വരുന്ന ആളാണ് ഞാനെത്തി. അതിനൊക്കെ തമ്മില്ല എന്തെങ്കിലും ഇച്ചൊക്കെ പറഞ്ഞാൽ പോലും പിറ്റേ ദിവസം ഞാൻ പിന്നെയും വരുമ്പോഴില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതാ എൻ്റെ തറവാട്, ഈ കാണുന്നത് ഇത് പേരുടെ തറവാട്. ഇങ്ങനെ പഠിക്കാം അവിടെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ അവിടെ നിന്ന് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പോരെ നല്ല ഫോട്ടോകൾ എടുക്കുമ്പോ ക്യാമറ ഫോട്ടോ ഇതിന്റെ രണ്ടു നല്ല ഫോട്ടോ ആദ്യം
മനസ്സിലായി മനസ്സിലായി. അത് രണ്ട് പറഞ്ഞിട്ട് ഇത് തീരുമാനിക്കാൻ വരും. ഒന്നാമത്തെ കാര്യം അതെ നമ്മള് റോഡിൽ നടുവല്ലല്ലോ ചെയ്യുന്നേ. അതന്നെ നിങ്ങൾ എന്താ എപ്പോഴത്തെ ഉദ്ദേശത്തിന്റെ വിശ്വസിച്ച് കഴിഞ്ഞാ അല്ല റെക്കോർഡിങ്ങിലല്ല.